വേദപുസ്തകത്തിൽ പറയുന്നു, അസൂയ അസ്ഥികളെ ഒരുക്കുന്നുവെന്ന്. നിന്റെ അസൂയയും കോപവും നിന്റെ ശരീരത്തിന് ദോഷമായിരിക്കുന്നു. ശൗലിന് അതാണ് സംഭവിച്ചത്. തന്റെ ഭരണത്തെ മാറ്റിവെച്ചു, ജനജീവിതത്തെ നോക്കാതെയായി പക കാണിക്കുകയാണ്. പക കാണിച്ച ശൗൽ സാവധാനം ദാവീദിന്റെ പിറകെ നടക്കുകയാണ്. അതിന്റെ ഫലമായി തന്റെ ജീവനെ പേടിച്ചുകൊണ്ട് ദാവീദ് മരുഭൂമിയിൽ കൂടി ഓടുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഒരു സമയത്ത് അബീമേലെക്കിന്റെ അരികിൽ ചെന്നിട്ട് ആഹാരത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ നടക്കുന്ന സമയത്ത് ദാവീദിന്റെ മാതാവും പിതാവും വന്ന്, ശൗൽ ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യം നോക്കണം, ഞങ്ങൾ ഭയന്നാണ് അവിടെ ആയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദിന് അവിടെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് പറയൂ. ദാവീദ് വചനപ്രകാരം ജീവിക്കുന്നവനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനെന്നാണ് ബൈബിളിൽ പറയുന്നത്. ബൈബിളിൽ പറയുന്നു, നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയെന്ന്. നിന്റെ മാതാവിനെയും പിതാവിനെയും അവരുടെ വാർദ്ധക്യത്തിൽ നീ ഉപേക്ഷിക്കരുത്. ദാവീദിന് വചനം നന്നായിട്ടറിയാം. അതുകൊണ്ട് താൻ എന്താണ് ചെയ്തത്? വാർദ്ധക്യത്തിൽ തൻ്റെ അടുക്കൽ വന്ന മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ചു കളഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തന്നെ ഇപ്പോൾ കഴിക്കുവാൻ ആഹാരമില്ല, ജീവിക്കുവാൻ വഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ അരികിലേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. പിന്നെ എന്തു ചെയ്തു? തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിച്ചു. എൻ്റെ മാതാവിനെയും പിതാവിനെയും പോറ്റേണ്ടതായ ചുമതല എൻ്റെ മേൽ ഉണ്ട് എന്ന് തൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി എന്താണ് ചെയ്തത്? അവരെ ചേർത്തു. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ ഭയങ്കരമായി ഉപദ്രവിച്ചു. സൈനികർ അവനെ മാരകമായി ഉപദ്രവിച്ചു. 3 ആണികളുടെ മേൽ അവൻ തൂങ്ങിയാടുമ്പോൾ, ഇവയെല്ലാം സംഭവിക്കുമ്പോഴും കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? തൻ്റെ മാതാവിനോടുള്ളതായ കടമയെ നിർവഹിച്ചു. സംസാരിക്കുവാൻ പോലും ശേഷിയില്ലാതെ കിടന്ന യേശുക്രിസ്തു, അവൻ്റെ മാതാവ് അവൻ്റെ അരികിൽ നിന്നത് കണ്ടപ്പോൾ, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, യോഹന്നാനെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. താൻ ക്രൂശിൽ കിടക്കുമ്പോഴും ഒരു മകനെന്ന നിലയിൽ തൻ്റെ അമ്മയോടുള്ളതായ ഉത്തരവാദിത്തം യേശു വഹിക്കുകയാണ്. ആ അമ്മയോടുള്ളതായ സ്നേഹവും ഉത്തരവാദിത്വവും കാണിച്ചുകൊണ്ട് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താണ് യേശു മരിച്ചത്. പ്രിയ സഹോദര സഹോദരി, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യമെന്താണ്? നിന്റെ മാതാവിനെയും പിതാവിനെയും നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവിനോടും പിതാവിനോടും നിന്റെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ? അവരെ എങ്ങനെ നോക്കുന്നു? ദാവീദ് അവരെ എവിടെയാണ് താമസിപ്പിച്ചതെന്നറിയാമോ? വാസ്തവത്തിൽ ദാവീദ് ഇപ്പോൾ രാജാവായി ഭരണം നടത്തേണ്ടവനായ വ്യക്തിയാണ്. വാസ്തവത്തിൽ ദാവീദിന്റെ മാതാവും പിതാവും രാജാവിന്റെ കൊട്ടാരത്തിൽ സുഖമായി വസിക്കേണ്ട ആളുകളാണ്. എന്നാൽ ഈ ശൗലിന്റെ ദുഷ്ടപ്രവർത്തികൾ കാരണം ദാവീദ് അനാഥനെപ്പോലെ അലയേണ്ടി വന്നു. എന്നാൽ ദാവീദ് ചിന്തിക്കുവാനിടയായി, വാസ്തവത്തിൽ ഞാൻ രാജാവായി ഭരണം നടത്തുകയായിരുന്നെങ്കിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും ഒരു കുറവും കൂടാതെ ഞാൻ നോക്കുമായിരുന്നു. എന്നാൽ ഈ ശൗലിൻ്റെ ദുഷ്ടപ്രവൃത്തികൾ കാരണമായിട്ട് ഞാൻ അനാഥനെപ്പോലെ നടക്കേണ്ടി വരുന്നു. എന്നാൽ ഞാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ എന്തിന് അനാഥരെ പോലെ ജീവിക്കണം? വായിക്കാം 1 ശമൂവേൽ 22 3 വാക്യം. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്കു വേണ്ടി എന്തു ചെയ്യും എന്നറിയുവോളം എൻ്റെ അപ്പനെയും അമ്മയെയും നിങ്ങളുടെ അടുക്കൽ വന്നു പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവനവരെ മോവാബ് രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. ദാവീദ് എന്താണ് ചെയ്തത്? മോവാബിലേക്ക് താൻ പോവുകയാണ്. മോവാബ് രാജാവിൻ്റെ അരികിൽ ചെന്ന് എൻ്റെ മാതാവിനെയും പിതാവിനെയും ഇവിടെ പാർപ്പിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എനിക്ക് നല്ല ദിനങ്ങൾ നൽകും, എനിക്ക് നല്ല ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ എൻ്റെ മാതാവിനെയും പിതാവിനെയും ഒരു കുറവും കൂടാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നാൽ അന്നുവരെയും എൻ്റെ മാതാവിനെയും പിതാവിനെയും ഒരു കുറവും കൂടാതെ ഒരു രാജാവിൻ്റെ ശ്രേഷ്ഠതയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണം. എത്ര അത്ഭുതകരമായ ആത്മീയതയാണ്! പ്രിയ സഹോദരി സഹോദര, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം എന്ത് ചിന്തിക്കുന്നു? സഹോദരിമാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്തൃമാതാവിനെയും പിതാവിനെയും നിങ്ങൾ നോക്കുന്നുണ്ടോ? വാർദ്ധക്യത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈയൊരു വിജയം നേടിയെടുക്കുന്നതിന് മുൻപായിട്ട് എത്രയോ തടസ്സങ്ങളും പ്രതിസന്ധികളുമാണ് തനിക്ക് നേരിടുവാൻ ഇടയായത്. പ്രിയ സഹോദര സഹോദരി, ആത്മീയ ജീവിതമെന്ന് പറയുന്നത് പൂമത്ത അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
പിന്നെ ഏതു വഴിയാണ്? ദൈവം നിന്നോട് കൂടെയുള്ളതായ വഴിയാണ്. മറക്കരുത്. ഈ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഗോഡ് നെവർ പ്രോമിസ്ഡ് us സേഫ് ജേർണി, ബട്ട് ഗോഡ് ഓൾവേസ് പ്രോമിസ്ഡ് us സേഫസ്റ്റ് ലാൻഡിംഗ്. എന്താണ്? ദൈവം നമുക്ക് സമാധാനകരമായ ഒരു യാത്ര വാഗ്ദത്തം ചെയ്തിട്ടില്ല. എന്നാൽ വിജയത്തോടെ സ്വസ്ഥതയോടെ നിന്നെ ഞാൻ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എത്തേണ്ടതായ ലക്ഷ്യത്തിലേക്ക്, നീ പോകേണ്ടതായ സ്ഥലത്തിലേക്ക് ഞാൻ നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ യാത്രയിൽ പരീക്ഷണങ്ങളുണ്ട്, പലവിധ തടസ്സങ്ങൾ ഉണ്ട്. എന്നാൽ ദൈവം നമ്മെ എത്തിക്കേണ്ടതായ സ്ഥാനത്തെത്തിക്കുന്നതായ ഒരു സമയം നിശ്ചയമായിട്ടുമുണ്ട്. ദാവീദിന് നല്ല ദിനങ്ങളുണ്ടായി. തന്റെ കഷ്ടപ്പാടുകൾക്കും താൻ അനുഭവിച്ചതായ ദുഃഖങ്ങൾക്കും എല്ലാം പകരമായി ദൈവം നല്ല ദിനങ്ങൾ കൊടുക്കുവാനിടയായി. അതുപോലെ നിന്റെ ജീവിതത്തിലും ദൈവം നൽകും. ഭയപ്പെടേണ്ട. ദാവീദിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ മാത്രം ശ്രമിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് നല്ല ദിനങ്ങൾ ദൈവം നൽകുമെന്നുള്ള വിശ്വാസമുള്ളവർ മാത്രം വരിക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഏതു സമയത്ത് വന്നാലും നീ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ. ഈ കേട്ടതായ വചനത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കേണ്ടതായ കാര്യങ്ങൾ എല്ലാം തന്നെ അനുസരിക്കുവാൻ എല്ലാവരെയും നീ സഹായിക്കണമേ. പ്രശ്നങ്ങളുടെ മധ്യയിൽ, പ്രതിസന്ധികളുടെ മധ്യയിൽ വചനപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദാവീദ് ജീവിച്ചതുപോലെ അപമാനങ്ങളുടെയും നിന്ദയുടെയും മധ്യയിൽ ഞങ്ങളെയും ജീവിക്കാൻ സഹായിക്കണമേ. ദാവീദ് ജീവിച്ചതുപോലെ, കർത്താവ് നിന്നോട് ചേർന്ന് വസിച്ചതുപോലെ അങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്കും നീ നൽകുമാറാകണമേ. കഷ്ടതയെ കണ്ടുകൊണ്ട് തളർന്നു പോകാതെ, നഷ്ടങ്ങളെ കണ്ടുകൊണ്ട് കർത്താവെ നിന്നെ വിട്ട് അകന്നു പോകാതെ, കർത്താവെ പലവിധമായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മീയത തകർന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദിനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകാനിടയാകും. നല്ല ദിവസങ്ങളുണ്ടാകും. ഈ ഒരു പ്രത്യാശയോടുകൂടി ആ ദിവസം വരെയും പ്രത്യാശയോടെ കാത്തുകൊണ്ട് നീ നൽകുന്നതായ ഉത്തരങ്ങൾ നേടിയെടുത്തുകൊണ്ട് ശ്രേഷ്ഠകരമായ മഹത്വമുള്ളതായ ജീവിതം നയിക്കാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.